ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സമാജം HSS മുതുകുളത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചാപ്റ്റർ 6 നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പാർട്ട് 1 പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെയും പോയിസൺ ഡിസ്ട്രിബ്യൂഷനെയും കുറിച്ചൊക്കെ പഠിച്ചു. ചാപ്റ്റർ 4ൽ നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിനെ കുറിച്ച് പഠിച്ചു. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും വിശദമായി തന്നെ ചാപ്റ്റർ 4ൽ നമ്മൾ പഠിച്ചു, അല്ലേ? ഇനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ പൊസസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനായ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമുക്ക് നോക്കാം. Here we discuss distribution of continuous random variables. The normal distribution is one of the many probability distributions that a continuous random variable can possess. ഒത്തിരി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ പൊസസ് ചെയ്യുന്ന ഒത്തിരി ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ വിശദമായി പഠിക്കുന്നത്. നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചതാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിന്റെ എക്സാമ്പിൾസ്. ദ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് റെപ്രസെന്റിംഗ് ഹൈറ്റ്സ് ആൻഡ് വെയ്റ്റ്സ് ഓഫ് പീപ്പിൾ, സ്കോർ ഇൻ ആൻ എക്സാമിനേഷൻ, ബ്ലഡ് ഷുഗർ ലെവൽസ്, ബിഹേവിയറൽ സയൻസസ്. എന്താണ് ബിഹേവിയറൽ സയൻസസ് എന്ന് വെച്ചാൽ? ഇന്റലിജൻസ്, അച്ചീവ്മെന്റ്സ് എന്നിവയെ കുറിച്ചൊക്കെയുള്ള പഠനത്തെയാണ് നമ്മൾ ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നത്. lengths of pins made by an automatic machine, volume of oil in a particular brand of canned oil, time taken to complete a job are some good examples of normally distributed random variables. നോർമൽ ഡിസ്ട്രിബ്യൂഷന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് സയൻസിലും മെഡിസിൻസിലും ഒക്കെ. അതുപോലെ ഇമ്പോർട്ടൻസും ഈ ആപ്ലിക്കേഷനും ഒക്കെ ഉള്ള ഫീൽഡാണ് മെഡിസിനും സയൻസും ഒക്കെ. ഈ ചാപ്റ്ററിൽ നമ്മൾ വിശദമായി തന്നെ അതിന്റെ ആപ്ലിക്കേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓഫ് ട്രെമൻഡസ് ഇമ്പോർട്ടൻസ് ഇൻ ദി അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് എവരി ആസ്പെക്ട് ഓഫ് എക്സ്പെരിമെന്റ് ഡേറ്റ ഇൻ സയൻസ് ആൻഡ് മെഡിസിൻ. In this chapter, we will discuss properties of normal distribution and its application. ഇനി നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കൺസെപ്റ്റ് അഥവാ ആശയം എങ്ങനെ വരുന്നു എന്ന് നോക്കാം. സപ്പോസ് you have to collect the heights of 100 adult people in your city and constructed a histogram of collected data. You will get a graph similar to one as shown below. അതായത് നിങ്ങളുടെ സിറ്റിയിലെ 100 അഡൾട്ട് പീപ്പിൾ, എന്താ അഡൾട്ട് പീപ്പിൾ എന്ന് വെച്ചാൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, 100 അഡൾട്ട് പീപ്പിളിന്റെ ഹൈറ്റ് കളക്ട് ചെയ്തിട്ട് ആ ഹൈറ്റ് വെച്ച് ഒരു ഹിസ്റ്റോഗ്രാം നിർമ്മിക്കുകയാണെങ്കിൽ അത് ദേ ഇതുപോലെ കിട്ടും. മനസ്സിലായോ? Now you increase the sample size and decrease the width of the classes. The histogram looks like the picture below. വീണ്ടും നിങ്ങളുടെ സാമ്പിൾ സൈസ് കൂട്ടുകയും ക്ലാസ് വിഡ്ത്ത് കുറയ്ക്കുകയും ചെയ്താൽ നിങ്ങൾ നിർമ്മിക്കുന്ന ഹിസ്റ്റോഗ്രാം ഇതുപോലെ കിട്ടും. അതായത് എന്താ സാമ്പിൾ സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത സാമ്പിൾ സൈസ് എത്രയായിരുന്നു? 100 ആയിരുന്നു. ആ 100 എന്നുള്ളത് 1000മോ 2000മോ ആക്കുക. അപ്പൊ സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ ക്ലാസ് വിഡ്ത്ത് ഡിക്രീസ് ചെയ്യുകയും ചെയ്താൽ നമ്മൾ നിർമ്മിക്കുന്ന ഹിസ്റ്റോഗ്രാം ഇതുപോലെ കിട്ടും. മനസ്സിലായോ? വീണ്ടും സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുക. ആദ്യം നമ്മൾ 100 എടുത്തിട്ട് ഹിസ്റ്റോഗ്രാം നിർമ്മിച്ചു. പിന്നീട് 1000 അഡൾട്ടിന്റെ ഹൈറ്റ് കളക്ട് ചെയ്തിട്ട് ഹിസ്റ്റോഗ്രാം നിർമ്മിച്ചു. ഇനി 1000 എന്നുള്ളത് 10000 ആക്കുക. അതായത് സാമ്പിൾ സൈസ് വീണ്ടും ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് വിഡ്ത്ത് എന്ത് ചെയ്യുക? ഡിക്രീസ് ചെയ്യുക. അപ്പൊ സാമ്പിൾ സൈസ് വീണ്ടും ഇൻക്രീസ് ചെയ്യുക, ക്ലാസ് വിഡ്ത്ത് വീണ്ടും ഡിക്രീസ് ചെയ്യുക. അങ്ങനെ വീണ്ടും ഒരു ഹിസ്റ്റോഗ്രാം നിർമ്മിക്കുകയാണെങ്കിൽ ആ ഹിസ്റ്റോഗ്രാം ഇതുപോലെ കിട്ടും. Further, if you increase sample size and decrease width, the histogram looks like the picture given below. മനസ്സിലായോ? Finally, if it were possible to measure exactly the heights of all persons of age above 18 in our country and construct a histogram, it would approach what is called a normal distribution. അവസാനമായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ
രാജ്യത്തിലെ എല്ലാ അഡൾട്ട് പീപ്പിൾസിന്റെയും, അതായത് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരുടെയും ഹൈറ്റ് കളക്ട് ചെയ്തതിന് ശേഷം ഒരു ഹിസ്റ്റോഗ്രാം നിർമ്മിക്കുകയാണെങ്കിൽ ഈ ഹിസ്റ്റോഗ്രാം എന്തിലോട്ട് മാറും? ഇറ്റ് വുഡ് അപ്രോച്ച് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യുന്നു? സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ക്ലാസ് വിഡ്ത്ത് എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. ക്ലാസ് വിഡ്ത്ത് ഡിക്രീസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ക്ലാസ് വിഡ്ത്ത് ടേൺസ് ടു 0 ആവും. ക്ലാസ് വിഡ്ത്ത് ഇല്ലാതെയാകും. അതുപോലെ തന്നെ സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ രാജ്യത്തെ മുഴുവൻ അഡൾട്ട് പീപ്പിൾസിന്റെയും ഹൈറ്റ് ആണ്. അപ്പോൾ സാമ്പിൾ സൈസ് വളരെ വലുതുമാവും, ക്ലാസ് വിഡ്ത്ത് നെഗ്ലിജിബിളി സ്മോളും ആവും. അപ്പൊ അത് ക്ലാസ് വിഡ്ത്ത് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ കിട്ടുന്ന ഹിസ്റ്റോഗ്രാം ഇതേമാതിരി ഇരിക്കും, ഇതുപോലെ ഇരിക്കും. അപ്പൊ ഇതെന്ത് ഡിസ്ട്രിബ്യൂഷനിലായി? ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അപ്രോച്ച് ചെയ്യും. അപ്പൊ ആ ഹിസ്റ്റോഗ്രാം ഏതിലോട്ട് അപ്രോച്ച് ചെയ്യും? നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫിലോട്ട് അപ്രോച്ച് ചെയ്യും. ഇതാണ് ആ ഗ്രാഫ്. ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവ്. മനസ്സിലായോ? The histogram of the normal distribution produces the familiar symmetric curve known as normal curve or bell-shaped curve. നോക്കിയേ, നോർമൽ കർവിന്റെ ഷേപ്പ് നോക്കിക്കേ, ബെൽ ഷേപ്ഡ് കർവ്. അപ്പൊ ഈ നോർമൽ കർവിനെ നമുക്ക് എന്ത് പറയാം? ബെൽ ഷേപ്ഡ് കർവ് അല്ലെങ്കിൽ സിമെട്രിക് കർവ് എന്ന് പറയാം. Normal probability density function. A continuous random variable x is said to follow normal distribution if it has the probability density function fx is equal to 1 by sigma root 2 pi e raised to minus 1 by 2 into x minus mu by sigma the whole square, where minus infinity less than or equal to x less than or equal to infinity, minus infinity less than or equal to mu less than or equal to infinity, sigma greater than 0. ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ശ്രദ്ധിച്ച് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൺസ് അഗൈൻ ഞാൻ റീഡ് ചെയ്യാം. f of x is equal to 1 by sigma root 2 pi e raised to minus 1 by 2 into x minus mu by sigma the whole square. Once again, f of x is equal to 1 by sigma root 2 pi e raised to minus 1 by 2 into x minus mu by sigma the whole square. നന്നായിട്ട് റീഡ് ചെയ്യുക. റീഡ് ചെയ്തിട്ട് കാണാതെ പഠിക്കണം. f of x is equal to once again എങ്ങനെ പറയാം? 1 by sigma root 2 pi e raised to minus 1 by 2 into x minus mu by sigma the whole square, where minus infinity less than or equal to x less than or equal to infinity. x ന്റെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റിക്കും ഇൻഫിനിറ്റിക്കും ഇടയിലായിരിക്കും. അതുപോലെ മ്യൂവിന്റെ വിലയും എന്തിന് ഇടയിലായിരിക്കും? മൈനസ് ഇൻഫിനിറ്റിക്കും ഇൻഫിനിറ്റിക്കും ഇടയിലായിരിക്കും. സിഗ്മ ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എഴുതി തന്നെ പഠിക്കുക. mu and sigma square are known as the parameters of the distribution. മ്യൂവിനെയും സിഗ്മ സ്ക്വയറിനെയും എന്ത് പറയാം? ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയാം. mu and sigma square are known as parameters of the distribution. A continuous random variable follows normal distribution with the parameters mu and sigma can be denoted as x follows n of mu sigma square. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ റീഡ് ചെയ്യുന്നത്? x follows n of mu sigma square. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ റീഡ് ചെയ്യുന്നത്? x follows n of mu sigma square. x follows n of mu sigma square. x follows normal distribution with the
parameters mu and sigma square. X follows normal distribution with parameters mu and sigma square. Once again, density function of normal distribution endana? F of x is equal to 1 by sigma root 2 pi e raised to minus 1 by 2 into x minus mu by sigma the whole square. Minus infinity less than x less than or equal to infinity, minus infinity less than or equal to mu less than or equal to infinity, sigma greater than 0. Normal distribution de meanum variance എന്താണെന്ന് നോക്കാം. If x follows normal distribution with the parameters mu and sigma square, then mean is equal to e of x, അതായത് expectation of x is equal to mu. Mean is equal to expectation of x is equal to mu. Variance is equal to v of x is equal to sigma square. Variance is equal to v of x is equal to sigma square. Standard deviation is equal to root of variance of x. Root of variance of x is equal to sigma. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്, വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയും വായിക്കാം? എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ വേരിയൻസ് സിഗ്മ സ്ക്വയർ. അപ്പൊ ഇതെങ്ങനെ റീഡ് ചെയ്യാം? എങ്ങനെയും റീഡ് ചെയ്യാം. എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ വേരിയൻസ് സിഗ്മ സ്ക്വയർ. പാരാമീറ്റേഴ്സ് ആയ മ്യൂവും സിഗ്മ സ്ക്വയറും തന്നെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും. മനസ്സിലായോ എല്ലാവർക്കും? മ്യൂ ഈസ് ലൊക്കേഷൻ പാരാമീറ്റർ. മ്യൂവിനെ നമുക്ക് ലൊക്കേഷൻ പാരാമീറ്റർ എന്നും പറയാം. എന്തുകൊണ്ടാണ് മ്യൂവിനെ ലൊക്കേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത്? മ്യൂവിന്റെ വില നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഹൊറിസോണ്ടൽ ആക്സിസിന്റെ മിഡിൽ ഭാഗത്തെ നിശ്ചയിക്കുന്നു. മ്യൂവിന്റെ വില എന്ത് നിശ്ചയിക്കുന്നു? ലൊക്കേഷൻ, മിഡിൽ ഭാഗത്തിന്റെ ലൊക്കേഷൻ നിശ്ചയിക്കുന്നു. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മിഡിൽ ഭാഗത്തിന്റെ ലൊക്കേഷൻ നിശ്ചയിക്കുന്നത് മ്യൂവിന്റെ വിലയാണ്. അതുകൊണ്ടാണ് മ്യൂവിനെ എന്ത് പറയുന്നത്? ലൊക്കേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത്. That is, the value of mu determines the center of normal distribution curve on the horizontal axis. ഇവിടെ നോക്കിയേ, മ്യൂ സിഗ്മ സെയിം ആണ്, മൂന്ന് കർവിലും സിഗ്മ സെയിം ആണ്. പക്ഷെ മ്യൂവിന്റെ വില നോക്കിയേ 15, ഇതിന്റെ മിഡിൽ ഭാഗം അപ്പൊ 15 വന്നു, ഇതിന്റെ മിഡിൽ ഭാഗം 25 വന്നു. ഇതിന്റെ പക്ഷെ കർവിന്റെ ഷേപ്പ് എല്ലാം സെയിം ആണ്, പക്ഷെ മിഡിൽ ഭാഗം മാത്രം മാറുന്നു. അതുകൊണ്ട് മ്യൂവിനെ നമുക്ക് എന്ത് പറയാം? ലൊക്കേഷൻ പാരാമീറ്റർ എന്ന് പറയാം. അതുപോലെ സിഗ്മ ഈസ് ഷേപ്പ് പാരാമീറ്റർ. സിഗ്മയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് കർവിന്റെ ഷേപ്പിൽ വരുന്ന മാറ്റം നോക്കിയേ. സിഗ്മ 1 ആയപ്പോൾ ഉള്ള ഷേപ്പ് ഇതാ, സിഗ്മ 3 ആയപ്പോൾ ഉള്ള ഷേപ്പ് ഇത്, സിഗ്മ 10 ആയപ്പോൾ ഉള്ള ഷേപ്പ് ഇത്. അപ്പൊ സിഗ്മയുടെ വാല്യൂ എന്തിന് നിശ്ചയിക്കുന്നു? ഷേപ്പ് ഓഫ് ദി കർവ്. കർവിന്റെ ഷേപ്പിനെ നിർണ്ണയിക്കുന്നത് ആരാണ്? സിഗ്മയുടെ വാല്യൂ ആണ്. Therefore, sigma is known as shape parameter. The value of sigma gives the spread of normal distribution curve. Normal distribution curve എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് എന്തിന്റെ വാല്യൂ ഉപയോഗിച്ചിട്ടാണ്? സിഗ്മയുടെ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ മനസ്സിലായല്ലോ, സിഗ്മ ഈസ് നോൺ ആസ് ഷേപ്പ് പാരാമീറ്റർ, മ്യൂ ഈസ് നോൺ ആസ് ലൊക്കേഷൻ പാരാമീറ്റർ. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാം. ഈ നോർമൽ കർവ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. കണ്ടോ? ദ നോർമൽ കർവ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ദ മീൻ മ്യൂ. ഇവിടെ മിഡിൽ പോയിന്റിലാണ് മീൻ മ്യൂ. ആ മ്യൂ എന്ന് പറയുന്നത് ഈ കർവിനെ എന്തായിട്ട് മാറ്റുന്നു? രണ്ട് തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ കർവ് എന്ത് പറയുന്നത്? സിമെട്രിക്കൽ കർവ്. സിമെട്രിക് ആണ്. ഈ മിഡിൽ ഭാഗത്തിന്റെ രണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഏരിയ തുല്യമാണ്. അതുകൊണ്ട് ഇതിനെ സിമെട്രിക് എന്ന് പറയാം. അപ്പൊ അതാണ് അതിന്റെ ആദ്യത്തെ പ്രോപ്പർട്ടി. നോർമൽ കർവ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് മീൻ മ്യൂ. രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് എന്താ പറയുന്നത്? ദ മീൻ ഈസ് അറ്റ് ദ മിഡിൽ ആൻഡ് ഡിവൈഡ്സ് ദ ഏരിയ ഇൻടു ഹാഫ്സ്. മീൻ എന്ന് പറയുന്നത് ഇതിന്റെ മിഡിൽ ഭാഗത്താണ്. അത് ടോട്ടൽ ഏരിയയെ രണ്ട് തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുന്നു. മൂന്നാമത്തത് എന്താണ് പറയുന്നത്? ദ ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് ഈസ് ഈക്വൽ ടു 1. ഈ കർവിന്റെ ടോട്ടൽ ഏരിയ, ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1 ആയിരിക്കും. നാലാമത്തെ പ്രോപ്പർട്ടിയോ? ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. ഇത് പൂർണ്ണമായും എന്ത് കണ്ടുപിടിക്കുന്നു? മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസും കണ്ടുപിടിക്കുന്നു. കംപ്ലീറ്റ്ലി ഡിറ്റർമിൻസ് ഇറ്റ്സ്
മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി നോക്കിയേ. നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതിന്റെ ബെല്ലിന്റെ ഷേപ്പിലാണ്, അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയാം? ഇതൊരു ബെൽ ഷേപ്ഡ് കർവ് ആണ്. അപ്പൊ അതാണ് അതിന്റെ അഞ്ചാമത്തെ പ്രോപ്പർട്ടി. നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ് കർവ്. അത് നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ്. ഇനി സിക്സ്ത് പ്രോപ്പർട്ടി എന്താ? മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ഈസ് ഈക്വൽ ടു മോഡ്. മീനും മീഡിയനും മോഡും തുല്യമാണ്. അതായത് മീൻ മീഡിയൻ മോഡ് ആർ കോയിൻസൈഡ്. മീനും മീഡിയനും മോഡും തുല്യമാണ്. സിമട്രി അബൌട്ട് ദ സെന്റർ. മീൻ എന്ന് പറയുന്നത് മിഡിൽ പോയിന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഈ സെന്റർ പോയിന്റ് മീൻ ആണ്. ആ മീനിൽ നിന്ന് രണ്ട് ഭാഗത്തും തുല്യമായിരിക്കും ഏരിയ. 50% ഏരിയ മ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലും 50% ഏരിയ ഇതിന്റെ റൈറ്റ് സൈഡിലുമായിരിക്കും. 50% of value is less than the mean and 50% greater than the mean. ഇപ്പൊ മനസ്സിലായല്ലോ. അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്താണ്? നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ്. ആറാമത്തെ പ്രോപ്പർട്ടി എന്താണ്? മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ഈസ് ഈക്വൽ ടു മോഡ്. അതായത് മീൻ മീഡിയൻ മോഡ് ആർ കോയിൻസൈഡ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. മീനും മീഡിയനും മോഡും ഈക്വൽ ആണ്, തുല്യമാണ്. അത് കോയിൻസൈഡ് ചെയ്യുന്നു. ആ മീനും മീഡിയനും മോഡും കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റിൽ വെച്ചിട്ട് ഇത് തുല്യ രണ്ട് ഭാഗങ്ങളാവും. അതുകൊണ്ടാണ് ഈ നോർമൽ കർവിനെ എന്ത് പറയുക? സിമട്രിക് കർവ് എന്ന് പറയുന്നത്. 50% വാല്യൂസ് ലെസ് ദാൻ മീൻ ആയിരിക്കും, 50% വാല്യൂസ് ഗ്രേറ്റർ ദാൻ മ്യൂ ആയിരിക്കും. മനസ്സിലായോ എല്ലാവർക്കും? The height of normal curve is maximum at x equal to mu. x equal to mu എന്ന പോയിന്റിൽ നോർമൽ കർവിന്റെ ഹൈറ്റ് മാക്സിമം ആയിരിക്കും. നമുക്കറിയാം നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ്? f of x is equal to 1 by sigma root 2 pi e raised to minus 1 by 2 into x minus mu by sigma the whole square. ഇതില് x mu ആവുമ്പോൾ ഇതെന്താവും? mu minus mu by sigma. mu minus mu by sigma എന്താണ്? 0. 0 square 0 തന്നെയാണ്. അപ്പൊ e raised to minus 1 by 2 into 0 again 0. e raised to 0. e raised to 0 എന്താണെന്ന് നമുക്കറിയാം? 1. അപ്പൊ ഇതെന്ത് മാത്രം? fx എന്താവും? 1 by sigma root 2 pi at x equal to mu. x equal to mu എന്ന പോയിന്റിൽ fx എന്താവും? fx is equal to 1 by sigma root 2 pi. Therefore, the height of normal curve is maximum at x equal to mu. x equal to mu എന്ന പോയിന്റിൽ f of x ന്റെ വാല്യൂ എന്തായിരിക്കും? 1 by sigma root 2 pi. ഇനി അടുത്ത എട്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ക്വാർട്ടൈൽസ് ആർ ഇക്വിഡിസ്റ്റൻസ് ഫ്രം മീഡിയൻ. മീഡിയനിൽ നിന്നും തുല്യ അകലത്തിലായിരിക്കും ക്വാർട്ടൈൽസ്. ഏതൊക്കെയാണ് നമ്മുടെ ക്വാർട്ടൈൽസ്? Q1, Q2, Q3. Q2 എന്ന് പറയുന്നത് എന്താണ്? മീഡിയൻ. Q1 ഫസ്റ്റ് ക്വാർട്ടൈൽ, Q3 തേർഡ് ക്വാർട്ടൈൽ. അതായത് മീൻ മീഡിയൻ മോഡ് തുല്യമാണ്. അപ്പൊ മീഡിയൻ മിഡിലായിരിക്കും. ആ മിഡിലിൽ നിന്നും തുല്യ ഡിസ്റ്റൻസിലായിരിക്കും Q1 ഉം Q3 യും. അടുത്ത പ്രോപ്പർട്ടി എന്ന് നോർമൽ കർവ് ഈസ് യൂണിമോഡൽ. നമ്മൾ പറഞ്ഞു മോഡ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നിൽ കൂടുതൽ മോഡ് വരാം. ഒരു ഡിസ്ട്രിബ്യൂഷന് ഒന്നിൽ കൂടുതൽ മോഡ് ഉണ്ടാവാം എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പക്ഷേ നോർമൽ കർവ് എന്ന് പറയുന്നത് എന്താ? അതിന് ഒരൊറ്റ മോഡേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോർമൽ കർവ് ഈസ് യൂണിമോഡൽ. അപ്പൊ ഏഴാമത്തെ പ്രോപ്പർട്ടി എന്തെല്ലാമാണ്? height of normal distribution is maximum at x equal to mu. അതിൽ fx ന്റെ വാല്യൂ 1 by sigma root 2 pi. എട്ടാമത്തെ പ്രോപ്പർട്ടി എന്താ? ക്വാർട്ടൈൽസ് ആർ ഇക്വിഡിസ്റ്റൻസ് ഫ്രം മീഡിയൻ. മീഡിയനിൽ നിന്നും തുല്യ അകലത്തിലായിരിക്കും Q1 ഉം Q3 യും. അതുപോലെ തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരൊറ്റ മോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് പറയാം? നോർമൽ കർവ് ഈസ് യൂണിമോഡൽ. ഈ നോർമൽ കർവ് ഒന്ന് ശ്രദ്ധിച്ചേ എല്ലാവരും. ടോട്ടൽ ഒബ്സർവേഷന്റെ 68% ഒബ്സർവേഷൻസും മ്യൂ മൈനസ് സിഗ്മയ്ക്കും മ്യൂ പ്ലസ് സിഗ്മയ്ക്കും ഉള്ളിലായിരിക്കും. അതായത് എന്ത് പറയാം? 68% ഓഫ് ഒബ്സർവേഷൻസ് ആർ ലൈസ് ബിറ്റ്വീൻ മ്യൂ മൈനസ് സിഗ്മ ആൻഡ് മ്യൂ പ്ലസ് സിഗ്മ. അതുപോലെ തന്നെ 95% ഓഫ് ഒബ്സർവേഷൻസ് ആർ ലൈസ് ഇൻ ബിറ്റ്വീൻ മ്യൂ മൈനസ് 2 സിഗ്മ ആൻഡ് മ്യൂ പ്ലസ് 2 സിഗ്മ. 95% ഒബ്സർവേഷനും മ്യൂ മൈനസ് 2 സിഗ്മയ്ക്കും മ്യൂ പ്ലസ് 2 സിഗ്മയ്ക്കും ഇടയിലായിരിക്കും. അതുപോലെ തന്നെ എന്തും പറയാം? 99% ഓഫ് ഒബ്സർവേഷൻസ് ആർ ലൈസ് ബിറ്റ്വീൻ മ്യൂ മൈനസ് 3 സിഗ്മ ആൻഡ് മ്യൂ പ്ലസ് 3 സിഗ്മ. 99% ഓഫ് ഒബ്സർവേഷനും മ്യൂ മൈനസ് 3 സിഗ്മയ്ക്കും മ്യൂ പ്ലസ് 3 സിഗ്മയ്ക്കും ഉള്ളിലായിരിക്കും.
The normal probability curve between the ordinates mu plus sigma and mu minus sigma covers approximately 68% of the total observation. ടോട്ടൽ ഒബ്സർവേഷനിലെ 68% ഏതിനുള്ളിലായിരിക്കും? മ്യൂ പ്ലസ് സിഗ്മയ്ക്കും മ്യൂ മൈനസ് സിഗ്മയ്ക്കും ഉള്ളിലായിരിക്കും. അതുപോലെ തന്നെ between the ordinates mu plus 2 sigma and mu minus 2 sigma covers approximately 95% of the total observation. Total observation 95% ഏതിനുള്ളിലായിരിക്കും? mu plus 2 sigmയ്ക്കും mu minus 2 sigmയ്ക്കും ഉള്ളിലായിരിക്കും. And between mu plus 3 sigma and mu minus 3 sigma covers 99%. That means almost all observations. മിക്കവാറും എല്ലാ ഒബ്സർവേഷൻസും മ്യൂ മൈനസ് 3 സിഗ്മയ്ക്കും മ്യൂ പ്ലസ് 3 സിഗ്മയ്ക്കും ഉള്ളിലായിരിക്കും. അതായത് 99% ഓഫ് ഏരിയ കവർ ചെയ്യുന്നത് ഏതിനുള്ളിലായിരിക്കും? മ്യൂ പ്ലസ് 3 സിഗ്മയ്ക്കും മ്യൂ മൈനസ് 3 സിഗ്മയ്ക്കും ഇടയിലായിരിക്കും. Coefficient of skewness is 0. Beta 1 equal to 0. എന്തുകൊണ്ടാണ്? The distribution is symmetric about the point x equal to mu and has a characteristic bell-shaped curve with respect to it. നമ്മൾ പറഞ്ഞു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുപോലെ തന്നെ ഇതൊരു ബെൽ ഷേപ്ഡ് കർവ് ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അത് സിമെട്രിക് എന്ന് പറയുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടും ചായ്വില്ല, റൈറ്റ് സൈഡിലോട്ടും ചായ്വില്ല. അതുകൊണ്ട് തന്നെ സ്ക്യൂനെസ് ഈസ് ഈക്വൽ ടു 0. ദ കർവ് ഈസ് നൈദർ ഇൻക്ലൈൻ ടു റൈറ്റ് നോർ ടു ദി ലെഫ്റ്റ്. റൈറ്റിലോട്ടും ചായ്വില്ല, ലെഫ്റ്റിലോട്ടും ചായ്വില്ല. അപ്പൊ അതെന്താണ്? നെഗറ്റീവ്ലി സ്ക്യൂഡും അല്ല, പോസിറ്റീവ്ലി സ്ക്യൂഡും അല്ല. അപ്പൊ ഇതെന്താണ്? It is skewness is 0. Therefore, coefficient of skewness is 0. Beta 1 is equal to 0. അതാണ് അതിന്റെ അടുത്ത പ്രോപ്പർട്ടി. നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കിയേ. നോർമൽ കർവ് ഈസ് മെസോകർട്ടിക്. അതായത് ബീറ്റ 2 ഈക്വൽ ടു 3. നോർമൽ കർവ് ഈസ് മെസോകർട്ടിക്. For a normal distribution, quartile deviation is equal to 2 by 3 sigma. Normal distribution quartile deviation എന്ന് പറയുന്നത് 2 by 3 sigma ആയിരിക്കും. Mean deviation എന്ന് പറയുന്നത് 4 by 5 sigmയും ആയിരിക്കും. Normal distribution quartile deviation എന്താണ്? 2 by 3 sigma. Mean deviation എന്താണ്? 4 by 5 sigma. നോർമൽ കർവ് ഈസ് അസിംപ്റ്റോട്ടിക് ടു ദി എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ കർവിന്റെ മിഡിൽ ഭാഗത്ത് നിന്നും അഗ്രഭാഗത്തേക്ക്, വശങ്ങളിലുള്ള അഗ്രഭാഗങ്ങളിലേക്ക് വരുംതോറും നോർമൽ കർവിന്റെ ഉയരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവിന്റെ മിഡിൽ ഭാഗത്ത് നിന്നും അഗ്രഭാഗങ്ങളിലേക്ക് വരുംതോറും അതിന്റെ ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പക്ഷെ ഒരിക്കലും അത് എന്ത് ചെയ്യുന്നില്ല? എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നില്ല, തൊടുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? നോർമൽ കർവ് ഈസ് അസിംപ്റ്റോട്ടിക് ടു ദി എക്സ് ആക്സിസ്. On both ends away from the middle point, normal curve continues to decrease in height but never touches the x-axis. നോർമൽ കർവിന്റെ ഇരുഭാഗങ്ങളിലും അഗ്രഭാഗങ്ങളിലേക്ക് പോകും തോറും മിഡിൽ ഭാഗത്തിന് നിന്നും അതിന്റെ ഉയരം, ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പക്ഷെ ഒരിക്കലും അത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? നോർമൽ കർവ് ഈസ് അസിംപ്റ്റോട്ടിക് ടു ദി എക്സ് ആക്സിസ്. അപ്പോ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ആശയം എങ്ങനെയാണ് വന്നത് അത് പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു. അതിന്റെ മീനും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പഠിച്ചു. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസും പഠിച്ചു. എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായി പഠിച്ചുകൊള്ളുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.